Hello dear students, welcome to Mathroot. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 2 ആണ്. ഈ സബ്ജക്റ്റിന്റെ കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കുക. കംപ്ലീറ്റ് റെക്കോർഡഡ് വീഡിയോസ്, നോട്ട്സ്, പ്രീവിയസ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ഇങ്ങനെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് നമ്മുടെ മാത്റൂട്ട് ആപ്പിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. മാത്റൂട്ട് ആപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന കമന്റിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ 4th സെമസ്റ്ററിൽ പഠിച്ച റിയൽ അനാലിസിസ് 1ന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്ന റിയൽ അനാലിസിസ് 2. അപ്പോൾ ഈ സബ്ജക്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾ 4th സെമസ്റ്ററിലെ റിയൽ അനാലിസിസ് 1ന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, 4th സെമസ്റ്ററിൽ പഠിച്ച ഡെഫിനിഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, നെയിംഡ് ആയിട്ടുള്ള തിയറംസിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിമാർക്ക് ആണ്. ഇഫ് സി ബിലോങ്സ് ടു എ ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. എ എന്നുള്ള സെറ്റിന്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് സി. ദെൻ എ കമ്പാരിസൺ ഓഫ് ഡെഫിനിഷൻ 4.1.4 ആൻഡ് 5.1.1 ഷോ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻ 4.1.4 ഉം 5.1.1 കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് എന്നുള്ള ഫംഗ്ഷൻ ഈ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലെ ലിമിറ്റും എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള വാല്യൂവും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷന്റെ സിയിലുള്ള ലിമിറ്റും ഫംഗ്ഷന്റെ സിയിലുള്ള വാല്യൂവും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, continuous ആയിരിക്കും. Thus, if C is a cluster point of A, then 3 conditions must hold for F to be continuous at C. ഇത് നോക്കൂ, നമ്മൾ A എന്നുള്ള സെറ്റിന്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് C എങ്കിൽ F എന്നുള്ള ഫംഗ്ഷൻ ഈ C എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ, F must be defined at C. F എന്നുള്ള ഫംഗ്ഷൻ C എന്നുള്ള പോയിന്റിൽ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ദ ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി മസ്റ്റ് എക്സിസ്റ്റ് ഇൻ ആർ. നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. തേർഡ്, ദീസ് ടു വാല്യൂസ് മസ്റ്റ് ബി ഈക്വൽ. നമ്മൾ 1ൽ ഫൈൻഡ് ചെയ്ത എഫിന്റെ സിയിലുള്ള വാല്യൂ 2ൽ ഫൈൻഡ് ചെയ്ത എഫിന്റെ സിയിലുള്ള ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എഫ് എന്നുള്ള ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. നോക്കൂ, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, ഈ എഫ് ഓഫ് സിയും ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സും ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ് റിമാർക്ക്, ഇഫ് സി ബിലോങ്സ് ടു എ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. നമ്മുടെ കയ്യിൽ എ എന്നുള്ള സെറ്റ് എന്നുള്ള ഒരു പോയിന്റ് സി ഉണ്ട്. ഇനി സി എന്തല്ല, എന്റെ ക്ലസ്റ്റർ പോയിന്റ് അല്ല എന്ന് അസ്യൂം ചെയ്യാം. Then there exists a neighborhood V delta of C such that A intersection V delta of C equal to C. നോക്കൂ, സി എന്നുള്ളത് എന്റെ ക്ലസ്റ്റർ പോയിന്റ് അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, സിന്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ്, നമ്മളതിനെ വി ഡെൽറ്റ ഓഫ് സി എന്നാണ് എഴുതുന്നത്. അങ്ങനെ സിന്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ഡെൽറ്റ നൈബർഹുഡും എയും തമ്മിലുള്ള ഇന്റർസെക്ഷനിൽ സി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്തായിരിക്കും, സി എന്നുള്ള പോയിന്റ് ആയിരിക്കും. Thus we conclude that a function f is automatically continuous at a point C belongs to A, that is not a cluster point of A. അപ്പോൾ നമുക്ക് എന്ത് പറയാം, f എന്നുള്ള ഫംഗ്ഷന് ഓട്ടോമാറ്റിക്കലി സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ആ പോയിന്റ് എന്തല്ല, എന്റെ ക്ലസ്റ്റർ പോയിന്റ് അല്ല. അപ്പൊ ക്ലസ്റ്റർ പോയിന്റ് അല്ലാത്ത ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി എന്താവാം, കണ്ടിന്യൂസ് ആവാം. അത്തരത്തിലുള്ള പോയിന്റ്സിന് നമ്മളൊരു സ്പെഷ്യൽ പേര് പറയും. Such points are often called ഐസൊലേറ്റഡ് പോയിന്റ്സ് ഓഫ് എ. അപ്പോൾ നമ്മൾ എയിലുള്ള ഐസൊലേറ്റഡ് പോയിന്റ്സ് എന്നാണ് അത്തരത്തിലുള്ള പോയിന്റ്സ് നമ്മൾ പറയാം. നെക്സ്റ്റ്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സീക്വൻഷ്യൽ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദി പോയിന്റ് സി ബിലോങ്സ് ടു എ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എ എന്ന് ആറിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി എ എന്നുള്ള സെറ്റിലുള്ള സി എന്നുള്ള പോയിന്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർ എവറി സീക്വൻസ് എക്സ് ആൻഡ് ഇൻ എ
നമ്മൾ എ എന്നുള്ള സെറ്റ് എന്നുള്ള ഏത് സീക്വൻസ് എക്സൻ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് കൺവേർജസ് ടു സി. നോക്കൂ, ഈ എ എന്നുള്ള സെറ്റിലുള്ള എക്സ് എന്നുള്ള സീക്വൻസ് എ എന്നുള്ള സെറ്റിലുള്ള സി എന്നുള്ള പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ്. അത്തരത്തിലുള്ള ഏതൊരു സീക്വൻസ് എക്സൻ നമ്മൾ എ എന്ന് എടുത്തു കഴിഞ്ഞാലും ദ സീക്വൻസ് എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് സി. നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഈ എക്സൻ എന്നുള്ള സീക്വൻസുകളുടെ ഇമേജ് എഫ് ഓഫ് എക്സന് അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സി എന്നുള്ള ഈ ലിമിറ്റിന്റെ ഇമേജ് എഫ് ഓഫ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സിമ്പിൾ ആയി നമുക്ക് എന്ത് പറയാം? എ എന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ എഫ് എയിലെ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എ എന്നുള്ള സെറ്റിൽ എക്സൻ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആർ എന്നുള്ള സെറ്റിൽ എഫ് ഓഫ് എക്സൻ എഫ് ഓഫ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതേപോലെ ഈ കാര്യം നമുക്ക് തിരിച്ചും പറയാം. ഓക്കെ, ഈ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് എന്നുള്ള ഫംഗ്ഷൻ എ എന്നുള്ള സെറ്റിലെ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ്, ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ, ലെറ്റ് എഫ് ഫ്രം എ ടു ആർ ആൻഡ് ലെറ്റ് സി ബിലോങ്സ് ടു എ. നമ്മുടെ കയ്യിൽ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് എ ഉണ്ട്. ഇനി എയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. എയിലുള്ള ഒരു പോയിന്റ് സി നമ്മൾ ചൂസ് ചെയ്തു. ദെൻ എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി. നോക്കൂ, ഇനി എഫ് എന്താണ്? സി എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ if and only if there exists a sequence xn in A such that xn converges to C but the sequence f of xn does not converges to f of C. നോക്കൂ, f എന്നുള്ള ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്നുള്ള സെറ്റിൽ എക്സന് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എഫ് ഓഫ് എക്സന് എഫ് ഓഫ് സിയിലേക്ക് ആറിൽ കൺവേർട്ട് ചെയ്യില്ല. ഇതേ കാര്യം നമുക്ക് തിരിച്ചും പറയാം. ഓക്കെ, ഇപ്പോ എ എന്നുള്ള സെറ്റിൽ എക്സന് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ആറിൽ എഫ് ഓഫ് എക്സൻ എഫ് ഓഫ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എഫ് സി എന്നുള്ള പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ഡെഫിനിഷൻ. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ലെറ്റ് എഫ് ഫ്രം എ ടു ആർ. നമ്മുടെ കയ്യിൽ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ഉണ്ട്, എ ആണ്. എ എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി ഇവിടെ എടുത്ത എ എന്നുള്ള സബ്സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് ഇത് ബി. ഓക്കെ, വി സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദി സെറ്റ് ബി. ഇനി ബി എന്നുള്ള സെറ്റിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ബി. ബി എന്നുള്ള ഈ എന്റെ സബ്സെറ്റിലെ എല്ലാ പോയിന്റ്സിലും എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പൊ ഇതിന്റെ സിമ്പിൾ മീനിങ് ഇതാണ്: ഒരു സെറ്റില് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും എന്ന് പറഞ്ഞാൽ ആ സെറ്റിലുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. നെക്സ്റ്റ് definition. Let A subset of R and let C be a cluster point of A. Real numbers ന്റെ ഒരു സബ്സെറ്റ് ആണ് A. A ന്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് C. For a function f from A to R, a real number L is said to be a limit of f at C. നോക്കൂ, നമ്മുടെ കയ്യിൽ A എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ f ഉണ്ട്. ഇനി f എന്നുള്ള ഫംഗ്ഷന്റെ C എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് L എന്നുള്ള റിയൽ നമ്പർ ആണെന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. Given any epsilon greater than 0, there exists delta greater than 0 such that if x belongs to A and 0 less than mod x minus c less than delta, then mod f of x minus l less than epsilon. നോക്കൂ, നമുക്ക് ഏത് പോസിറ്റീവ് എപ്സിലോൺ തന്നു കഴിഞ്ഞാലും നമുക്കൊരു പോസിറ്റീവ് ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി ആ എപ്സിലോണും ഡെൽറ്റയും എന്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? നോക്കൂ, ഇപ്പോൾ എ എന്നുള്ള സെറ്റ് എന്നുള്ള പോയിന്റ്സ് ആണ് എക്സ് എങ്കിൽ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. നമുക്ക് ഇതിന്റെ സിമ്പിൾ മീനിങ് എന്താണ്? എഫ് എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് എൽ എന്നുള്ള റിയൽ നമ്പർ ആണെന്ന് പറയണമെങ്കിൽ നോക്കൂ, നമ്മൾ എ എന്നുള്ള സെറ്റ് എന്നുള്ള പോയിന്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, സിന്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് എടുക്കുക, അതിൽ സി എന്നുള്ള പോയിന്റ് ഉണ്ടാവരുത്. ഓക്കെ, സിന്റെ ഡെൽറ്റ നൈബർഹുഡ് എടുക്കുക, അതിൽ സി എന്നുള്ള പോയിന്റ് മാത്രം ഉണ്ടാവരുത്. അത് എന്തുകൊണ്ടാണ് വന്നത്? അവിടെ 0 ലെസ് ദാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ സി എന്നുള്ള പോയിന്റ് ഇല്ലാത്ത ഒരു ഡെൽറ്റ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലിന്റെ എപ്സിലോൺ നൈബർഹുഡിൽ നമ്മളെ ഈ എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സുകൾ ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിന്റെ സിമ്പിൾ മീനിങ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി ബി ഈക്വൽ ടു ബി. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ബി എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ബി എന്ന് പറയുമ്പോൾ അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് അത് ആ ബി തന്നെ ആയിരിക്കും. ഓക്കെ, ടു ബി മോർ എക്സ്പ്ലിസിറ്റ്,
let f of x equal to b for all x belongs to R. നമ്മൾ ഏത് റിയൽ നമ്പർ എടുത്താലും f of x നെ b എന്ന് ചൂസ് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് b. We want to show that limit x tends to c f of x equal to b. അതായത് ഈ f of x എന്നുള്ള ഈ ഫംഗ്ഷന്റെ അതായത് b ന്റെ ലിമിറ്റ് c എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് b ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ. If epsilon greater than 0 is given, നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? നമുക്കൊരു പോസിറ്റീവ് എപ്സിലോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്കൊരു ഡെൽറ്റ വേണമല്ലോ. നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റനെ 1 ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ. ലെറ്റ് ഡെൽറ്റ ഈക്വൽ ടു 1. ഓക്കെ. Then if 0 less than mod x minus c less than 1. നോക്കൂ, നമ്മൾ ഇതാ തൊട്ട് മുമ്പേ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. 0 less than mod x minus c less than ഡെൽറ്റ. ഈ ഡെൽറ്റനെ നമ്മൾ 1 ആയിട്ടല്ലേ ചൂസ് ചെയ്തത്? അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 less than mod x minus c less than 1. ഓക്കെ. അങ്ങനെ ആണെങ്കിൽ നോക്കൂ, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആവണ്ടേ? നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബി ആണ്, റൈറ്റ് സൈഡിലെ നമ്പർ, അത് ബി ആണ്. അത് എല്ലിന് സ്ഥാനത്ത് അവിടെ കൊടുക്കാം. അപ്പൊ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ബി നോക്കൂ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ബി തന്നെയല്ലേ? അപ്പൊ അവിടെ ബി കൊടുക്കാം. അപ്പൊ ബി മൈനസ് ബി, മോഡ് ബി മൈനസ് ബി എന്ന് പറയുമ്പോൾ 0. നോക്കൂ, ഈ ഇതെന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ആണ്. നോക്കൂ, ഈ 0നേക്കാൾ വലുതല്ലേ എപ്സിലോൺ? കാരണം എന്താണ്? എപ്സിലോൺ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 0നേക്കാൾ വലുതാണ് എപ്സിലോൺ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ. അപ്പൊ നോക്കൂ, ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സിന്റെ സി എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് എല്ലാണ്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് ആരാണ്? ബി ആണ്. സോ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, the constant function f of x equal to b is continuous on R. നമ്മൾ റിയൽ നമ്പേഴ്സിലെ ഏത് പോയിന്റിലും f of x equal to b എന്നുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നോക്കൂ, ഈ ഫംഗ്ഷൻ ആറിലെ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റും സി എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. നോക്കൂ, നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ബി എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് നമ്മൾ ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിള് പഠിച്ചിട്ടുണ്ട്. ഇതാ ബി എന്നുള്ള, അതായത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ബി എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റ് എന്തായിരിക്കും? അത് ബി ആയിരിക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ നമ്മൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ബി എന്നുള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലുള്ള വാല്യൂ നോക്കാം. നോക്കൂ, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ബി ആണല്ലോ. ഏത് വാല്യൂ എക്സിന് കൊടുത്താലും ആൻസർ ബി ആണ്. അപ്പൊ എഫ് ഓഫ് സി കൊടുത്താലും ആൻസർ ബി ആയിരിക്കും. അപ്പൊ എഫ് ഓഫ് സിയും ബി ആയിരിക്കും. നോക്കൂ, ഈ റൈറ്റ് സൈഡ് രണ്ടും ബി ആണല്ലോ. അപ്പൊ ലെഫ്റ്റ് സൈഡുകൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇങ്ങനെ ആയ മീനിങ് എന്താണ്? ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയി. ഇത് നോക്കൂ, സി എന്നുള്ളത് ഒരു ആർബിട്രറി പോയിന്റ് ആണ്, റിയൽ നമ്പേഴ്സിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. ഈ സി എന്നുള്ള പോയിന്റ് എനിക്ക് ഏത് പോയിന്റ് ആയിട്ടും ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, ജി ഓഫ് എക്സ് ഇക്വൽ എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. ജി ഓഫ് എക്സ് ഇക്വൽ എക്സ് എന്നുള്ള ഫംഗ്ഷന് റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ ഓൺ ആർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഈ സെറ്റിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. It was seen in example 4.1.7b that if c belongs to R, then we have limit x tends to c g of x equal to c. നമുക്ക് എക്സാമ്പിൾ 4.1.7b പ്രകാരം നമുക്ക് എന്ത് പറയാം? നമ്മളെ c എന്നുള്ള ഈ റിയൽ നമ്പർ ആ പോയിന്റിൽ g of x എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? c ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തിട്ടില്ല, കാരണം അതുള്ളത് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച സെമസ്റ്ററിലെ റിയൽ അനാലിസിസ് 1-ലാണുള്ളത്. അത് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ എക്സാമ്പിൾ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ തന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇക്വൽ എക്സിന്റെ സി എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് സി ആയിരിക്കും. ഇനി അതേപോലെ നമ്മൾ ഈ ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലെ വാല്യൂ ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, ഡയറക്റ്റ് എക്സിന് സി എന്ന് കൊടുത്താൽ മതി. ജി ഓഫ് സി എന്തായിരിക്കും? സി. കാരണം ജി ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ ജി ഓഫ് സി എന്തായിരിക്കും? സി ആയിരിക്കും. അപ്പൊ ലിമിറ്റും കിട്ടി, ഫംഗ്ഷന്റെ പോയിന്റിലുള്ള വാല്യൂവും കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കാം. നോക്കൂ, റൈറ്റ് സൈഡ് രണ്ടും സി ആണല്ലോ. രണ്ടും റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി ജി ഓഫ് എക്സും ജി ഓഫ് സിയും ഈക്വൽ ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി എന്നുള്ള പോയിന്റിൽ
ജി എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നോക്കൂ, ഇതൊരു പെർട്ടിക്കുലർ പോയിന്റ് സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഏത് പോയിന്റ് നമുക്ക് ആർ എന്ന് ചൂസ് ചെയ്യാം. അപ്പൊ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇക്വൽ എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. നെക്സ്റ്റ് എക്സാമ്പിൾ, എച്ച് ഓഫ് എക്സ് ഇക്വൽ എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. ഈ എച്ച് ഓഫ് എക്സ് ഇക്വൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മൊത്തം റിയൽ നമ്പേഴ്സിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് നമ്മളെ 4th സെമസ്റ്ററിൽ പഠിച്ച റിയൽ അനാലിസിസ് 1-ലെ എക്സാമ്പിൾ 4.1.7 സി പ്രകാരം നമുക്ക് എന്ത് പറയാം? നമ്മൾ സി എന്നുള്ള പോയിന്റ് റിയൽ നമ്പേഴ്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ സി ഉള്ള ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷന്റെ സിയിലുള്ള വാല്യൂ ചെക്ക് ചെയ്യാം. എന്ന് പറയുമ്പോൾ എച്ച് ഓഫ് സി എന്തായിരിക്കും? എച്ച് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എച്ച് ഓഫ് സി എന്തായിരിക്കും? സി സ്ക്വയർ. നോക്കൂ, റൈറ്റ് സൈഡ് രണ്ടും സെയിം അല്ലേ? ഇവിടെ സി സ്ക്വയർ, ഇവിടെയും സി സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് സിയും സെയിം ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് എസ് എന്നുള്ള ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഇനി സി എന്നുള്ളത് ആർബിട്രറി പോയിന്റ് ആയതുകൊണ്ട് സിനെ നമുക്ക് ഏത് റിയൽ നമ്പർ ആയിട്ടും ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. നെക്സ്റ്റ് എക്സാമ്പിൾ, phi of x equal to 1 by x is continuous on a equal to set of all x belongs to R such that x greater than 0. നമ്മൾ എന്ത് ചെയ്യാം? റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് എ ചൂസ് ചെയ്യാം. എന്റെ പ്രത്യേകത എന്താണ്? എ ഉള്ളത് റിയൽ നമ്പേഴ്സ് ആണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ നമ്പേഴ്സ് പോസിറ്റീവ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിലെ എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും? phi of x equal to 1 by x എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച റിയൽ അനാലിസിസ് 1-ലെ എക്സാമ്പിൾ 4.1.7 ഡി പ്രകാരം നമുക്ക് എന്ത് പറയാം? നമ്മൾ സി എന്നുള്ള ഒരു പോയിന്റ് ഈ സെറ്റ് എ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ phi of x equal to 1 by x ഉള്ള ഫംഗ്ഷന്റെ സി എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് എന്തായിരിക്കും? 1 by c ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മീനിങ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി phi of x equal to 1 by c ആയിരിക്കും. ഇനി ഇതേപോലെ സി എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. phi of x 1 by x ആണ്, phi of c എന്തായിരിക്കും? 1 by c. നോക്കൂ, ഇവിടെ 1 by c ആണ്, ഇവിടെ 1 by c ആണ്. അപ്പൊ റൈറ്റ് സൈഡ് രണ്ടും സെയിം ആയാൽ ലെഫ്റ്റ് സൈഡ് സെയിം ആയി. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി phi of x equal to phi of c. ഇതിന്റെ മീനിങ് എന്താണ്? phi എന്നുള്ള ഫംഗ്ഷന് സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എ എന്നുള്ള സെറ്റ് എന്നുള്ള ഏത് പോയിന്റ് സി എടുത്താലും phi എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സി എന്നുള്ളത് എ എന്നുള്ള ഏത് പോയിന്റും ആവാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? phi എന്നുള്ള ഫംഗ്ഷന് എ എന്നുള്ള സെറ്റിൽ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, phi of x equal to 1 by x is not continuous at x equal to 0. x equal to 0 എന്നുള്ള പോയിന്റിൽ phi of x equal to 1 by x എന്നുള്ള ഫംഗ്ഷൻ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. നോക്കൂ, തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നത് phi of x equal to 1 by x എന്താണ്? ഈ സെറ്റിൽ കണ്ടിന്യൂസ് ആവും. ഈ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. എന്ന് പറയുമ്പോൾ അതിൽ 0 എന്നുള്ള റിയൽ നമ്പർ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് 0 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നാണ്. ഇനി ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻഡീഡ് if phi of x equal to 1 by x for x greater than 0, നമ്മൾ ഫംഗ്ഷൻ phi of x ആയിട്ട് 1 by x നെ ചൂസ് ചെയ്യാം. x എന്താണ്? പോസിറ്റീവ് ആണ്. നോക്കൂ, x പോസിറ്റീവ് എന്നുള്ള മീനിങ് നമുക്ക് phi of x ലെ x ന് കൊടുക്കാൻ പറ്റുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവോ സീറോ കൊടുക്കാൻ പാടില്ല. then phi is not defined for x equal to 0. അപ്പൊ 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ഡെഫിനിഷൻ ഇല്ല. കാരണം എന്താ? x 0 കൊടുക്കാൻ പാടില്ല, പോസിറ്റീവേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ x equal to 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ ഇറ്റ് cannot be continuous there. അപ്പൊ നോക്കൂ, ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫൈൻഡ് അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഒരിക്കലും കണ്ടിന്യൂസ് ആവില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റൊരു റീസൺ പറയാം. Alternatively, it was seen in example 4.1.10a that limit x tends to 0 phi does not exist in R. നമ്മൾ 4th സെമ്മിൽ പഠിച്ച റിയൽ അനാലിസിസ് 1-ലെ എക്സാമ്പിൾ 4.1.10a എന്ന് പറയുന്നുണ്ട് ഈ phi of x equal to 1 by x ഉള്ള ഫംഗ്ഷന്റെ 0 എന്നുള്ള പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 0യിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള മീനിങ് എന്താ? 0യില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. സോ നമുക്ക് എന്ത് പറയാം? phi എന്നുള്ള ഫംഗ്ഷന് 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. നോക്കൂ, നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണിത്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ സി എന്നുള്ള ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ
ഫംഗ്ഷന്റെ സിയിലുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം, ഫംഗ്ഷന്റെ സിയിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഫംഗ്ഷന്റെ സിയിലുള്ള വാല്യൂ ഫംഗ്ഷന്റെ സിയിലുള്ള ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ 3 പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷന് ആ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം.